ഹലോ, എല്ലാവർക്കും എസ്ട്രേ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഓണം കളക്ഷന്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കുറെ കളക്ഷൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആയിരുന്നു. ഒത്തിരി ആൾക്കാർ നമ്മളൊരു നല്ല റെസ്പോൺസ് ആണ് പറഞ്ഞത്. അപ്പൊ അതുപോലെ ആ സാരീസിന്റെ വീഡിയോസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് നമ്മൾ ഇതിന്റെ കൂടെ ഇട്ടേക്കാം. അതുപോലെ ആ സാരീസ് ആർക്കെങ്കിലും ഒക്കെ വാങ്ങിക്കണം, അല്ലെങ്കിൽ സ്റ്റോക്ക് തീർന്നു പോയ സാരീസ് ആണെങ്കിൽ നിങ്ങൾ പ്രീ ഓർഡർ തരുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അതനുസരിച്ച് ഇൻഫോം ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേറെ പുതിയ കുറച്ച് കളക്ഷൻസ് കാണാം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് കുറച്ച് ടിഷ്യൂ സാരീസ് ഒക്കെ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിച്ച എല്ലാം കോട്ടൺ ബേസിൽ വരുന്ന കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സാരീസ് ആയിരുന്നു. ഇന്ന് നമ്മൾ കാണിക്കുന്ന എല്ലാം ടിഷ്യൂ ബേസിൽ വരുന്ന പോലത്തെ സാരീസ് ആണ്. അപ്പൊ നമുക്ക് സാരീസ് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു മ്യൂറൽ പെയിന്റ് ഉള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു സാരി കാണാം. നല്ല ഭംഗിയുള്ള ഫുൾ ബോർഡറിൽ കൂടെ മ്യൂറൽ പെയിന്റ് വന്നിരിക്കുന്ന ഒരു സാരിയാണിത്. ഇതൊരു നല്ലൊരു ലോട്ടസിന്റെ ഡിസൈൻ, നല്ല ഭംഗിയുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ ഇതിന്റെ ഫുൾ ബോർഡറിൽ കൂടെ വന്നിട്ടുണ്ട്. ഇതിന്റെ നമുക്ക് കസവ് ബോർഡർ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് കോപ്പർ ഫിനിഷ് വന്നിരിക്കുന്ന ഒരു ബോർഡർ, അതായത് ഭയങ്കര ബ്രൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് അല്ല, എന്നാൽ റോസ് ഗോൾഡോ അങ്ങനത്തെ ഷെയ്ഡോ ഒന്നും അല്ലാത്തൊരു ഡിം ആയിട്ടുള്ള ഗോൾഡൻ ഷെയ്ഡ്. അതായത് ഒത്തിരി ആ ഒരു ഗോൾഡ് മയം ഇഷ്ടമില്ലാത്തവർക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നതും നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു കളർ. ആയത് കണ്ടോ, നമ്മൾ സാധാരണ കാണുന്ന ഗോൾഡ് കളർ അല്ല. ഇത് ഞാൻ കമ്പയർ ചെയ്ത് കാണിക്കാം. നോർമലി നമുക്ക് ഗോൾഡ് കളർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാ വരാറ് കസവ്. ഇത് കണ്ടോ, ഇത് ഗോൾഡ് കളർ അല്ല, കുറച്ചൊരു ലൈറ്റ് ഡിം ഷെയ്ഡ് വരുന്ന പോലത്തെ, ഡിം ഗോൾഡ് ഷെയ്ഡിൽ വരുന്ന പോലത്തെ കസവാണ് വരുന്നത്. നല്ല വീതിയിലുള്ള 4 ഇഞ്ച് വീതി വരുന്ന പോലത്തെ കസവ് ഇതിന്റെ മുന്താണി പോർഷനിലാണെങ്കിലും ഫുൾ ബോർഡറിൽ കൂടി ആണെങ്കിലും ഉണ്ട്. അതിനുശേഷം ഇതിന് ആ ഒരു ബോർഡർ കഴിഞ്ഞിട്ട്, അതായത് കസവ് ബോർഡർ കഴിഞ്ഞ് വരുന്ന ഭാഗത്തൂടെ ഫുൾ മ്യൂറൽ പെയിന്റ് വന്നിരിക്കുക. ഇതിന്റെ മുന്താണിയാണ്. ഇത് കണ്ടോ, മുന്താണി പോർഷനിലോട്ട് വരുമ്പോഴത്തേന് ഇത് കണ്ടോ, ഒരു നമ്മുടെ ആ ഒരു കസവ് ബോർഡർ വരുന്ന അതേ ഭാഗത്തിൽ മുകളിൽ കൂടെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഈ ഒരു മ്യൂറൽ പെയിന്റ് വന്നിട്ടുണ്ട്. അത് നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു മ്യൂറൽ പെയിന്റ് വർക്കാ. നല്ല ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള നല്ല ഫിനിഷിൽ തന്നെ വന്നിരിക്കുന്ന മ്യൂറൽ പെയിന്റ് വർക്ക്. ആ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും നല്ല ഭംഗിയാണ്. ഈ ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു ഓഫ് ഗോൾഡ് ഷെയ്ഡില് ഈ ഒരു പിങ്കിന്റെ ഒരു ഷെയ്ഡ് വരുമ്പോഴത്തേനും നല്ല ഭംഗിയുള്ള ഒരു എലഗൻ ലുക്കാണ്. അതുപോലെ ആ ഒരു ലോട്ടസിന്റെ പ്രിന്റ് ഒക്കെ നമ്മുടെ ഓണം സീസണിലൊക്കെ അത്യാവശ്യം നല്ല ഒരു ഹൈലൈറ്റ് ഉള്ള ഒരു പ്രിന്റ് ആണ്. അതുപോലെ ഇതിന്റെ രണ്ട് സൈഡിലുള്ള ബോർഡറിലൂടെ എൻഡിലൂടെ ഈ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ഈ ഒരു ബോർഡേഴ്സ് ഫുൾ വരുന്നുണ്ട് കേട്ടോ. ഫുൾ ബോഡിയിൽ ഇതുപോലെ ഇത് കണ്ടോ, ഫുൾ ബോഡിയിൽ ഇതുപോലെ ഈ ഒരു ബോർഡേഴ്സ് വരുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒത്തിരി ഉടയ്ക്കുന്നില്ല. നമ്മുടെ ഈ ഒരു ടിഷ്യൂ സാരീസ് ഒക്കെ ആയതുകൊണ്ട്, ഓണം സാരീസ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഫുൾ ഒത്തിരി ഉടയ്ക്കുന്നില്ല ഞാൻ. ഇത് കണ്ടോ, ഫുൾ ബോർഡറിൽ കൂടെയും ഇതുപോലെ ഈ ഒരു ഡിസൈൻസ് വരുന്നുണ്ട്. നല്ല ഭംഗിയായിരിക്കും. ഉടുത്ത് വന്നു കഴിയുമ്പം നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസാണ് വരുന്നത്. അതായത് ഇത് കണ്ടോ, പ്ലെയിൻ ആയിട്ടുള്ള ഈ ഒരു ഫാബ്രിക്കില് ആ ഒരു ബോർഡർ ഗോൾഡൻ ബോർഡേഴ്സ് വരുന്ന പോലത്തെ പ്ലെയിൻ ഒരു ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് വരുന്നത്. ഇനിയല്ല, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു പെയിന്റിന്റെ കളറിൽ, അതായത് പിങ്ക് കളറിലോ ഒക്കെ ഉള്ള ബ്ലൗസുകൾ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഈ ഒരു വിത്ത് ബ്ലൗസ് തന്നെ തയ്പ്പിക്കണം എന്നൊന്നുമില്ല. അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പിങ്ക് ഷെയ്ഡോ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡോ ഗ്രീൻ ഷെയ്ഡോ ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ബ്രൊക്കേഡ് ബ്ലൗസ് ഒക്കെ ഇട്ടാണെങ്കിലും പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഈ ഒരു സാരി കാണാനായിട്ട്. ഈ സാരിയുടെ പ്രൈസ് വരുന്നത് 1610 ആണ്. 1610. ഷിപ്പിംഗ് ചാർജ് അഡീഷണൽ ആയിട്ടാണ് വരുന്നത്. നമ്മൾ നോർമലി സ്പീഡ് പോസ്റ്റ് ആയിട്ടാണ് കൊറിയർ അയക്കുന്നത്. അപ്പൊ ആർക്കെങ്കിലും ഈ സാരി വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ ഇൻഫോം ചെയ്യുക. ഈ പറഞ്ഞ പോലെ നല്ല ഡിമാൻഡ് നമുക്ക് ഇങ്ങനത്തെ സാരീസിനൊക്കെ ഉണ്ട്. ഞാൻ ഓൾറെഡി വീഡിയോയിൽ കാണിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെടുത്ത് ഈ പറഞ്ഞ പോലെ ഓണം കളക്ഷൻസ് ഒക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുക്കുമ്പോൾ അന്നേരം തന്നെ കുറെ സാരീസ് ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളെടുത്ത് ഇൻഫോം ചെയ്യുക നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ. നെക്സ്റ്റ് ഞാൻ ഈ ഒരു ഗോൾഡൻ ബോർഡർ ഉള്ള സാരി തന്നെ കാണിക്കാം. ഇത് പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള ഗോൾഡൻ ബോർഡർ വരുന്നത്, അതായത് നോർമലി നമുക്ക് ഗോൾഡൻ സെറിയിൽ വരുന്ന ബോർഡർ വരുന്ന ടിഷ്യൂ സാരിയാണ്. അത് നല്ല ഭംഗിയായിട്ട് നല്ല വീതിയിൽ വന്നിരിക്കുന്ന മുന്താണി പോർഷൻ വന്ന് ഈ ഒരു ബോർഡർ വന്ന് ചെയ്തിരിക്കുന്ന ഇതുണ്ടോ, നല്ല വീതിയിൽ ആ ഒരു ഗോൾഡൻ കളർ ബോർഡർ ഉണ്ട്. കുറച്ചുകൂടി നല്ല തിന്നായിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ. ടിഷ്യൂ മെറ്റീരിയൽ ആണെങ്കിൽ പോലും സാധാരണ ടിഷ്യൂ അത്ര ഒതുങ്ങാത്ത ഇച്ചിരി ഒരു സ്റ്റിഫ്നെസ് വരും. ഇതുകൊണ്ട് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന ടിഷ്യൂ മെറ്റീരിയൽ എല്ലാം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ മെറ്റീരിയലാണ്. ടിഷ്യൂ ആ ഒരു വീവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും നല്ല സോഫ്റ്റ് സാരി, നമുക്ക് മാനേജ് ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ല എളുപ്പമുള്ള. ഇതിൽ ഫുൾ ഫ്ലോറൽ ഡിസൈൻസ് വന്നിരിക്കുക കണ്ടോ, നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻസ് ഇതിന്റെ ഫുൾ വന്നിരിക്കും. ഇതിന്റെ
മുന്താണി പോർഷനിൽ വരുമ്പം നല്ല വലുതായിട്ട് തന്നെ ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുണ്ട്. ബാക്കി ആ ഒരു ബോഡി പോർഷനിൽ വരുമ്പം ഇതാണ് മുന്താണി പോർഷൻ വരുന്നത്. മുന്താണി പോർഷൻ ഇങ്ങനെ വരും, നല്ല വലിയ ഫ്ലവർ ഡിസൈൻസ് വരുന്നത് പോലെ തിക്കായിട്ട്, അതായത് ഇതിന്റെ ബോഡി പോർഷൻ ഫുൾ കവർ ചെയ്ത് വരുന്ന പോലെ ഈ ഒരു പ്രിന്റ് വന്നിരിക്കുക. ഡിജിറ്റൽ പ്രിന്റാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ്. ഒരു ഓറഞ്ച്, റെഡ്, ബ്ലൂ, ഗ്രീൻ എല്ലാം കൂടെ വന്നിരിക്കുന്ന ഒരു മിക്സഡ് കോമ്പിനേഷൻ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സാരിയുടെ കൂടെ നമുക്ക് ഏത് കളർ ബ്ലൗസ് ആണെങ്കിലും പെയർ ചെയ്യാൻ പറ്റും. അത് നല്ല ഭംഗിയായിരിക്കും. ഈ പറഞ്ഞ പോലെ നല്ലൊരു കോളേജ് ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും, ഈവൻ നമുക്ക് ഈ ഒരു ഓണം കഴിഞ്ഞ് നമുക്ക് വേറൊരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാനാണെങ്കിലും ഇടാനായിട്ട് പറ്റുന്ന പോലത്തെ മെറ്റീരിയൽ ഡിസൈൻ സാരീസാ. ഇതിന്റെ ബോഡി പോർഷനിൽ വരുമ്പോൾ ഇങ്ങനെ ഡിസൈൻസ് വരുന്നത്. ആ ഒരു ബോർഡറിൽ കൂടെ ഈ ഒരു ഡിസൈൻ വരും. ബോഡി പോർഷനിൽ വരുമ്പോൾ ഇതുപോലത്തെ ഈ ഒരു ലീഫ് ഡിസൈൻ വരുന്ന പോലെ ഇതിന്റെ ഒരു ഫുൾ ഈ ഒരു സാരി വരുന്നത്. നമുക്ക് എല്ലാ സാരിയിലും ഈ പറഞ്ഞ പോലെ വിത്ത് ബ്ലൗസ് വരും. ഇതിന്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് ഈ ഒരു പ്രിന്റ് തന്നെ ഇച്ചിരി ചെറിയ സൈസിൽ, ഇത് കണ്ടോ, ഈ സെയിം ഫ്ലോറൽ ഡിസൈൻ കുറച്ചുകൂടെ ചെറിയ സൈസിൽ വന്നിരിക്കുന്ന പോലെ ഇതിനകത്ത് ബ്ലൗസ് വന്നിരിക്കുന്നത് കണ്ടോ, ചെറിയ പാറ്റേണിൽ. ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് എല്ലാ കളേഴ്സും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ബ്ലൗസ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാം. ഈ ഒരു സെയിം ബ്ലൗസ് തന്നെ പെയർ ചെയ്യണം എന്നൊന്നുമില്ല. ഫുൾ ഫ്ലോറൽ വർക്ക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന, അതായത് ഫുൾ ബ്ലൗസും സാരിയൊക്കെ ഫ്ലോറൽ ആയിട്ടിരിക്കാനായിട്ട് ആഗ്രഹമെങ്കിൽ ഈ ഒരു ബ്ലൗസ് തന്നെ പെയർ ചെയ്യാം. അല്ല ഇതിന്റെ ഒരു കോൺട്രാസ്റ്റ് കളർ, ഈ ഒരു നല്ലൊരു റെഡിഷ് കളറൊക്കെ ബ്ലൗസ് ഇട്ട് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. ഉടുത്ത് വരുമ്പോൾ നല്ല ഫിനിഷ് ലുക്കുള്ള സാരീസാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു സാരി. ഇത് നമ്മുടെ റോസ് ഗോൾഡ് ഫിനിഷിൽ വരുന്ന സാരിയാണ്. ഇതുണ്ടോ, റോസ് ഗോൾഡ് ബോർഡേഴ്സ് ഈ ഒരു സാരിയിൽ വരുന്നത്. നമ്മൾ ഇത്രയും നേരം കാണിച്ചതൊക്കെ വേറെ വേറെ ബോർഡേഴ്സ്, നമ്മളതിൽ ഓരോന്നും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും മാക്സിമം ഡിഫറെന്റ് കളക്ഷൻസാ എല്ലാം എടുത്തിരിക്കുന്നത്. ഒന്നൊന്നിനേക്കാളും നല്ല വ്യത്യസ്തമായിട്ടിരിക്കുന്ന പോലത്തെ കളക്ഷൻസാണ് നമ്മൾ ഫുൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതും പ്രിന്റ് ആണ്, ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഫുൾ ബോഡിയിലും ചെക്സ് വരുന്നുണ്ട്. ടിഷ്യൂ സാരി, റോസ് ഗോൾഡ് ഫിനിഷ്, അതായത് റോസ് ഗോൾഡ് ബോർഡേഴ്സ് വന്നിട്ട് ഫുൾ ബോഡിയിലും ഇതുപോലെ റോസ് ഗോൾഡ് ചെക്സ് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള സാരീസ്. നമുക്ക് അങ്ങനത്തെ പ്ലെയിൻ സാരീസ് നമ്മൾ വിഷു കളക്ഷൻസിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ ഡിജിറ്റൽ പ്രിന്റ് ഒന്നും ഇല്ലാത്ത റോസ് ഗോൾഡിൽ പ്ലെയിൻ ചെക്സ് മാത്രമുള്ള സാരീസ്. അതിന്റെ ഡിജിറ്റൽ പ്രിന്റും കൂടെ ആഡ് ചെയ്തുള്ള പാറ്റേൺ ആണ് നമുക്ക് ഓണത്തിന് സ്പെഷ്യൽ കളക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിന്റെ മുന്താണി പോർഷനാണ് ഈ ഒരു കാണിച്ചിരിക്കുന്നത്. മുന്താണി പോർഷനിൽ നല്ല റിച്ച് ആയിട്ട് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തും ഈ പറഞ്ഞ പോലെ കുറെ കളർ കോമ്പിനേഷൻസ് ഉണ്ട്. ഓറഞ്ച്, ഗ്രീന്, മസ്റ്റാർഡ് യെല്ലോ, വൈറ്റ്, ലാവൻഡർ ഷെയ്ഡ്, ബ്ലൂ ഷെയ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഷെയ്ഡ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനും നമുക്ക് ഏത് കളർ ബ്ലൗസ് വേണമെങ്കിലും പെയർ ചെയ്യാം. ഇതിന്റെയും ബോഡി പാർട്ടിലോട്ട് വരുമ്പം ഇത് കണ്ടോ, ഇങ്ങനത്തെ ഈ ഒരു ചെറിയ ഫ്ലവർ ഡിസൈൻ ഇങ്ങനെ റാൻഡം ആയിട്ട് ഫുൾ ബോഡിയും കവർ ചെയ്ത് ഈ ഒരു ഡിസൈൻ ഉണ്ട്. ഫുൾ ബോഡിയിലും ഈ ഒരു ചെക്സും ഉണ്ട്. നല്ല ഭംഗിയായിരിക്കും ഈ സാരി ഉടുത്ത് വരുമ്പോൾ. ഇതൊക്കെ നമുക്ക് പക്ക കേരള സാരിയുടെ ലുക്കിൽ നിന്നിട്ട് ഡിഫറെന്റ് ആയിട്ട് കുറച്ചൊരു ഡിഫറെന്റ് സാരീസ് ഒക്കെ, അതായത് എല്ലാ പ്രാവശ്യവും നമ്മൾ കേരള സാരീസ് ഓണത്തിനോടനുബന്ധിച്ച് വാങ്ങിക്കും. അപ്പം പ്രാവശ്യം ഇച്ചിരി ഒരു പുതിയ എന്തെങ്കിലും ഒരു ട്രൈ ചെയ്യണം എന്നുള്ള ആൾക്കാർക്കൊക്കെ പറ്റുന്ന പോലത്തെ നല്ല കളക്ഷനാണ് ഇപ്രാവശ്യം. നമ്മൾ അങ്ങനെ നോക്കിയുള്ള സാരീസ് നമ്മൾ കൂടുതലും നമ്മുടെ സ്റ്റോക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ പ്രാവശ്യത്തെയും പോലെ സിമ്പിൾ ആയിട്ടുള്ള നോർമൽ കസവ് സാരികളൊന്നും അല്ലാണ്ട് പുതിയ എന്തെങ്കിലും ഒരു കാര്യം ട്രൈ ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബ്ലൗസ് വരുമ്പോൾ ഈ ചെറിയ ഡിസൈൻസ്, ഇപ്പൊ നമ്മൾ ആ കണ്ട ഡിസൈൻസ് ചെറിയ സൈസിൽ വരുന്ന പോലെ. ബോർഡേഴ്സ് സെയിം തന്നെയാണ്, റോസ് ഗോൾഡ് ബോർഡേഴ്സ് തന്നെയാണ് വരുന്നത്. ബോഡി പാർട്ടിൽ വരുമ്പോഴത്തേനും നമ്മളിപ്പോൾ കണ്ട ആ ഒരു വലിയ ഫ്ലവേഴ്സിന്റെ കുറച്ചുകൂടെ മിനിയേച്ചർ വേർഷനിലുള്ള കുഞ്ഞു ഫ്ലവേഴ്സ് ഫുൾ ബോഡിയിൽ വരുന്ന പോലെ ഇതിനകത്ത് ബ്ലൗസ് വരുന്നത്. ഈ ബ്ലൗസ് ഇട്ട് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ട് പെയർ ചെയ്യാനാണെങ്കിൽ അങ്ങനെയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഓണം കഴിഞ്ഞ് വേറൊരു ഒക്കേഷനൊക്കെ ആണെങ്കിലും പോലും, ഇനിയാണെങ്കിലും നമുക്ക് ഒരു തനി കേരള സാരി ഉടുക്കേണ്ട കാര്യങ്ങൾക്കല്ലാത്തപ്പോൾ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു പാറ്റേൺ ആണ് ഈ ഒരു കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 1760 ആണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇന്ന് കാണിക്കുന്ന ലാസ്റ്റ് കളക്ഷൻ ഈ ഒരു ടിഷ്യൂ സാരി. അത് നമുക്ക് നോർമലി നമ്മൾ കണ്ടിട്ടൊക്കെയുള്ള പാറ്റേൺ ആയിരിക്കും, പക്ഷെ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ പീകോക്ക് ഡിസൈൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു മയിൽപ്പീലി വന്നിരിക്കുന്ന പോലത്തെ മ്യൂറൽ പെയിന്റ് സാരിയാണ് വന്നിരിക്കുന്നത്. ഇതും നല്ല ഗോൾഡൻ ടിഷ്യൂ സാരിയാണ്. ഗോൾഡൻ ബോർഡർ കഴിഞ്ഞിട്ട് ഇതിന്റെ എൻഡിലൂടെ ഒരു ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് കരയും കൂടെ വന്നിട്ടുണ്ട്. അതായത് സാധാരണ നമ്മള് സാരിയിൽ വരുമ്പോഴത്തേനും ഇതിന്റെ എൻഡ് ഇതുപോലെ വൈറ്റ് കളറിലായിരിക്കുന്നത്. ഇതിന് ഈ ഒരു
ബ്ലൂ ടിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സാരിയുടെ എൻഡിൽ ഇതുപോലത്തെ ബ്ലൂ കളറിലെ ടാസിൽസും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു ഡിഫറെന്റ് ലുക്ക് ഈ ഒരു സാരി നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും വരും. ഇതിന്റെ ഫുൾ ആ ഒരു ബോർഡറിലൂടെ നമുക്ക് ഈ ഒരു മ്യൂറൽ വർക്ക്, അതും നല്ല ഭംഗിയുള്ള മ്യൂറൽ വർക്ക്. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും ട്രെൻഡ് മാറാത്തൊരു സാധനമാണ് മയിൽപ്പീലി ഡിസൈൻ. എല്ലാവർക്കും ഓണത്തിനാണെങ്കിലും അതുപോലെ ട്രഡീഷണൽ ലുക്കിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് മയിൽപ്പീലിയുടെ ഡിസൈൻ. അതും അതിന്റെ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ആ ഒരു പച്ചയും നീലയും ഒക്കെ കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ ഇതിനകത്ത് ആ ഒരു ബ്ലൂ കളർ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് ഇതിന്റെ ബോർഡറെ കൂടെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പല്ലു പോർഷനിൽ വരുന്ന കസവേലൊക്കെ ആണെങ്കിലും ആ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് കൊണ്ട് ഒരു ലൈൻ അത് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പെയിന്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു ബ്ലൂ ഷെയ്ഡ് ആ സാരിക്ക് കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന പോലെയാ. പിന്നെ ഇതിന്റെ ബോർഡറിലോട്ട് വരുമ്പോഴത്തേനും ഇത് കണ്ടോ, ഫുൾ ബോർഡറിലും ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ആ ഒരു ഡിസൈൻ വരുന്ന പോലെ സാരി നടുപ്പിച്ച് തന്നെ ഇത് കണ്ടോ, ഇങ്ങനെ ആ ഒരു ബോർഡറിൽ ഫുൾ ഈ ഒരു ഡിസൈൻ വരുന്ന പോലെ തന്നെയാണ് ഈ ഒരു സാരി വരുന്നുണ്ടോ. നല്ല വലിയ ഡിസൈൻ. അത് തന്നെയല്ല, ഇതിന്റെ ആ ഒരു കസവിന്റെ മുകളിൽ കൂടെ ഈ ഒരു മയിൽപ്പീലി ഡിസൈൻ ഫുള്ള് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് നമുക്ക് പെയർ ചെയ്യാവുന്നൊരു സാരിയാണ്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ സിംഗിൾ ഫ്ലീറ്റ്സിൽ ഇട്ടാലും നല്ല ഭംഗിയാണ്. കാരണം ഇതിന്റെ രണ്ട് വശത്തും ഈ ഒരു പീകോക്ക് ഡിസൈൻ ഉണ്ട്. ഇത് കണ്ടോ, സിംഗിൾ ഫ്ലീറ്റിൽ ഇട്ടാലും നമ്മുടെ ചെസ്റ്റ് പോർഷനിൽ ഫുൾ ഈ ഒരു ഡിസൈൻ വരും. അങ്ങനെ ഇട്ടാലും നല്ലതാ. കുത്തി കൊടുത്താൽ ഈ ഒരു വശത്തെ ഡിസൈൻ ഫുൾ നമുക്ക് കാണാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടാം. അത് തന്നെയല്ല, ഈ ഒരു കളർ നല്ല ഒരു ഗ്രീൻ ബ്ലൂ കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്ന പോലത്തെ ഒരു കളർ കോമ്പിനേഷനാണ്. സാധാരണ നമ്മൾ നോർമൽ ഇച്ചിരി ലൈറ്റ് ഷെയ്ഡ്സ് ഒന്നും അല്ലാണ്ട് കുറച്ചൊന്ന് എടുത്ത് കാണിക്കുന്ന പോലത്തെ കോമ്പിനേഷൻ. ഇതിനകത്ത് ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ബ്ലൗസാണ് വരുന്നത്. അതായത് ഈ ഒരു ബ്ലൂ ബോർഡർ വരും. ഇതുണ്ടോ, ഈ ഒരു ബ്ലൂ ബോർഡർ വന്നോണ്ട് കയ്യിൽ സ്ലീവിൽ നമ്മൾ ആ സാരി ഓവറോൾ ഉള്ള പോലെ ഈ ഒരു ബ്ലൂ ബോർഡർ വന്നുകൊണ്ട് പ്ലെയിൻ ആ ഒരു കസവ് ബോർഡർ വരുന്ന പോലത്തെ ടിഷ്യൂ ബ്ലൗസ് ഇതിൻ്റെ കൂടെ ബ്ലൗസ് ആയിട്ട് വരുന്നത്. ഇതിനും ഈ പറഞ്ഞ പോലെ നമുക്ക് ബ്ലൂ ബ്ലൗസ് ഒക്കെ ഇട്ട് പെയർ ചെയ്യുമായിരിക്കും കുറച്ചും കൂടെ ഭംഗി. അല്ല, ഇനിയിപ്പം കുറച്ച് സാരി ഇത്രയും ഹെവി ആയതുകൊണ്ട് തന്നെ ബ്ലൗസ് ഇച്ചിരി സിമ്പിൾ ആക്കാനായിട്ട് വേണമെങ്കിൽ ഈ ഒരു ബ്ലൗസ് ഇട്ട് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ടിഷ്യൂ ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ അതിനൊരു ഗ്ലേസിങ്ങും ഒക്കെ ഉണ്ട്. തീരെ സിമ്പിൾ ലുക്കൊന്നും ആയിരിക്കില്ല. എന്നാലും നല്ല ഒരു എലഗൻ ലുക്ക്. അതിന്റെ ഒരു ഉടുത്ത് വരുമ്പോ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ കാണിക്കുന്നതിലും ഈ പറഞ്ഞ പോലെ ഉടുത്ത് വരുമ്പോഴത്തെ ഭംഗി നല്ലൊരു ഫിനിഷ് ലുക്ക് ആയിരിക്കും. ഇപ്പൊ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 1850 rupees ആണ്. ഈ ഒരു സാരി ഈ പറഞ്ഞ പോലെ ഇത്രയും ബഡ്ജറ്റിൽ ഇത്രയും ഹെവി മ്യൂറൽ പ്രിന്റ് ചെയ്ത സാരീസ് ഒക്കെ കിട്ടാനായിട്ട് നല്ല ഡിഫിക്കൽട്ട്. അത്രയും നല്ല ഫുൾ ബോഡിയിൽ ഈ ഒരു പ്രിന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് കിട്ടാന്ന് പറയുന്നത് ശരിക്കും നല്ല വർത്തി ആയിട്ടുള്ള ഒരു സാരി കളക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സാരീസ് ഏതെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും സാരീസാണ് കാണിക്കുന്നത്. അപ്പം ഒത്തിരി സാരീസ് ഒരുമിച്ച് കാണിച്ചാൽ ഈ പറഞ്ഞ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് നമ്മൾ പാർട്സ് ആയിട്ട് കാണിക്കുന്നത്. നമുക്ക് ഒരു സെക്ഷനോട് വരുന്ന പോലെ നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ബാക്കിയുള്ള കളക്ഷൻസ് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.